അങ്ങനെ JCB എത്തിയിട്ടുണ്ട്. മൈലാഞ്ചി വളവിൽ ശക്തമായിട്ടുള്ള വെള്ളം ഒഴുക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്ലാബ് പൊക്കി ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി ഇതാ JCB എത്തിയിട്ടുണ്ട്. മെമ്പർ സജീവമായി കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് ഇതാ JCB എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ ബൈക്ക് മാറ്റാൻ പറ. ബൈക്ക് ഒരു മിനിറ്റ്. ആ സ്ലാബാണ് പൊക്കേണ്ടത്. ആ സ്ലാബാണ് പൊക്കേണ്ടത്. പോട്ടെ 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 പോട്ടെ. ആ അയ്യോ റോഡ് കുറച്ച് പൊളിഞ്ഞില്ലേ? അത് പ്രശ്നമാണ്. പ്രശ്നമാണ്. പോട്ടെ 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 പോട്ടെ. മരാട്ടെ 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 മരാട്ടെ. ആ ആ ഇല്ലല്ല അങ്ങോട്ട് മറിഞ്ഞോട്ടെ മറിഞ്ഞോട്ടെ. ആരേവാ ആയിരിക്കട്ടെ. പമ്പേഴ്സാണ് പൊന്തി വരുന്നത്. മൊത്തം പമ്പേഴ്സാണ്. അതിന് അല്ല ബാക്കി വാടിട്ട് കുത്തേണ്ടി വരും. ആ ഒരു മിനിറ്റ് എവിടേക്കാ? ഇല്ലേ എന്താ ചെയ്യാ? സത്യം പറഞ്ഞാ ഇപ്പൊ ഞങ്ങളുടെ ഇതാണ് അവസ്ഥ. അവനവന്റെ വീട്ടിലത്തെ കടകളിലെ സംഭവങ്ങൾ മൊത്തത്തില് ഇങ്ങനെ ചാക്ക് കണക്കിന് കട്ടാക്കിയത് കൂടി ഈ 1.5 മീറ്റർ 1 മീറ്റർ വീതിയിലെ തോട്ട് കൂടി വിട്ടിട്ടാണ് ഇത് അടഞ്ഞു കിടക്കുന്നത്. ഇത് മെമ്പർ പരിശോധിക്കാൻ ഇവിടെ വന്ന് കയറി നടക്കുക. ബാക്കിയുള്ള പമ്പേഴ്സുകളാണ് ഈ കയറി കിടക്കുന്നതൊക്കെ. കംപ്ലീറ്റ് പമ്പേഴ്സ് വീട്ടുകാരൊക്കെ ഇത് കിട്ടുക. എന്നിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക. ഇപ്പം സ്ലാബ് വന്ന് പൊക്കിയിട്ടാണ് ഇപ്പോൾ അത് ഇതിൻ്റെ തടസ്സം നീക്കുന്നത്. ഇപ്പോഴും തടസ്സം നീങ്ങിയിട്ടില്ല. റോഡ് മൊത്തം വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ജനങ്ങൾ സഞ്ചരിക്കേണ്ട സ്ഥലത്ത് കൂടെ പോയി ഈ ഒരു അവസ്ഥ കാണുന്നത്. കണ്ടു നിങ്ങൾ? ഇത്രയും വെള്ളം മറിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ ചാക്ക് കിടക്കുകയാണ് കെട്ടിവിടുന്നതേക്ക്. മറ്റുള്ള പ്രയാസങ്ങളൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. അവർക്ക് അവരെ വേസ്റ്റ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം. അത് കടക്കാരായാലും വീട്ടുകാരായാലും ഫ്ലാറ്റുകാരായാലും